എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ നടന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് ഏതാണ്ട് 20 വയസ്സോളം ഉള്ള സമയത്ത് ആർമിയിൽ ജോലി കിട്ടിയൊരു വ്യക്തിയാണ്. അപ്പം ഒരു ദിവസം ഏകദേശം ഒരു 3-4 വർഷത്തിന് ശേഷം, ഏകദേശം ഒരു 2024 ആ ഒരു സമയത്ത്, അപ്പം ഈ ആൾ എന്നോട് പറയുകയാണ്, അപ്പം ആളിന് ഇനി ആർമിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതേ സമയത്ത് ഞാൻ ആലോചിക്കുക, അത്രയും നല്ലൊരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിക്കുന്നിടത്ത് അവൻ പറയുന്നത് എനിക്ക് ആ ജോലി വേണ്ട, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഉള്ളിലുള്ളവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം ആളിനത് കളഞ്ഞ ആളിങ്ങനെ പോകാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ആളിനോട് ആവശ്യം പറഞ്ഞു, എടാ പെട്ടെന്ന് ആർക്കും എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്, നീ ഓഫീസർ ലെവൽ അങ്ങനെ കയറിയല്ലേ എന്ന് വെച്ചാൽ അന്ന് അഗ്നിവീർ പോലും ഇല്ല. അതിന് മുമ്പ് ഇവൻ സ്ഥിരമായിട്ട് ഉള്ള ഇതിലോട്ടാണ് ഇവൻ കയറിയിരിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട്. അവൻ പറഞ്ഞ് ഇനി എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. പിന്നെ ആളുടെ ലവർ എനിക്ക് തോന്നുന്നു UK എവിടെയാണ്. അപ്പോൾ ആളിന് ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല, ആളിന് ഒന്നെങ്കിൽ പുറത്ത് പോകണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അപ്പോൾ ആൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊരു മേഖലയും കണ്ടുപിടിച്ചു. സത്യം പറഞ്ഞാൽ അവൻ ഇൻവെസ്റ്റ് ചെയ്ത മേഖലയെക്കുറിച്ച് അന്നേ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഉള്ള പൈസയെല്ലാം കളഞ്ഞുകൊണ്ടാണ് അത് ഇൻവെസ്റ്റ് ചെയ്യരുത്, അതെനിക്ക് പ്രശ്നമാകുമെന്ന് ഞാൻ അവനോട് പറഞ്ഞെന്ന്. അവൻ പറഞ്ഞു, എടാ ഞാൻ എന്തായാലും തീരുമാനിച്ചതാണ്, എന്നെക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എന്നോട് അവൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ആൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ആളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണെന്ന് ഞാൻ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ആളെ സംസാരിച്ചപ്പോഴൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ ഒരു അറിവില്ല കുറച്ച് നാളായിട്ട്. തിരക്കി പോയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളിനെ മെസ്സേജ് അയച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊന്നും ഒരു അറിവുമില്ല. സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ അറിഞ്ഞത് ആൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു രംഗം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നല്ല തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഒരാളെ കാണുമ്പോഴും അല്ലെങ്കിൽ ചിലരോടൊക്കെ സംസാരിക്കുമ്പോഴും ഇവരൊക്കെ അടിപൊളിയാണെന്ന് തോന്നും. അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുമ്പോൾ അവൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാം അടിപൊളിയാണെന്ന് തോന്നും. അതുപോലെയാണ് നമ്മൾ ആദ്യമായിട്ട് ചിലരെ കാണുമ്പോഴും ചില വ്യക്തികളെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ അടിപൊളിയാണെന്നും അവരൊക്കെ സംഭവമാണെന്ന് നമുക്കൊക്കെ തോന്നി അവരുമായിട്ട് കാര്യം പറഞ്ഞ് കൂട്ടാനൊക്കെ നമ്മൾ നോക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം അവിടെ തനി സ്വഭാവം നമ്മൾ അറിയും. എല്ലാം ഒന്ന് ആലോചിച്ചും കണ്ട് തീരുമാനം എടുക്കുക, അതാണ് ഈ കഥയുടെ സാരാംശം. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും എൻ്റെ ലൈഫിൽ കൂടെ ഞാനൊരു പാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ. മെയിൻലി അവൻ്റെ ലൈഫിൽ തന്നെ നടന്ന കഥയാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.